മഴയുടെ തുടക്കം എന്ന രീതിയിൽ 24-ാം തീയതി നമ്മൾ ചിത്രീകരിച്ച വീഡിയോ കണ്ടിരിക്കുമല്ലോ. അപ്പോൾ 5-ാം തീയതി നമുക്ക് ചെറിയ ഡ്രൈനസ് കിട്ടിയതിന് ശേഷം 26-ാം തീയതി വൈകുന്നേരം വണ്ടി ഓടിച്ച് വരുമ്പോൾ മുഹൈസിൻ്റെ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണിത് കാണുന്നത്. ഒരു പ്രാഡോ വെള്ളത്തിൽ പകുതി കുടുങ്ങി കിടക്കുന്നു. അപ്പോൾ ഒരു ട്രാഫിക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സോസ്റ്റ് വാൽവിൽ നിന്നൊക്കെ വരുന്ന പുകയൊക്കെ കണ്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് കയറില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു സൈഡ് മാത്രം അങ്ങനെ പൊന്തി നിൽക്കുന്നതുകൊണ്ട് വെയിറ്റ് കൊണ്ട് വണ്ടി ഓട്ടോമാറ്റിക്കലി കയറിപ്പോണ്ടായത്. ഭയങ്കര രക്ഷപ്പെടുത്തലായത്. അവിടെ നിന്ന് നേരെ യാത്ര തിരിച്ച് നമ്മൾ മുഹൈസിനയിലേക്ക് ദുബായിലേക്ക് ഇറങ്ങുന്ന ആ ഒരു എക്സിറ്റ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോകാനുള്ള തിരക്കാണ് ഈ കാണുന്നത്. ഏകദേശം 2 മിനിറ്റ് അല്ലെങ്കിൽ 2.5 മിനിറ്റൊക്കെയാണ് ഈ സിഗ്നൽ ടു ആ സിഗ്നൽ വരെ എത്താനുള്ള ആകെ ദൈർഘ്യം. അപ്പോൾ അന്ന് മഴ പെയ്തിട്ട് റോഡിൽ മൊത്തം വെള്ളവും മറ്റേ വേസ്റ്റൊക്കെ കിടന്ന് വണ്ടികളെത്താൻ വേണ്ടി ഭയങ്കരമായിട്ട് ലേറ്റായി. അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് നമുക്ക് കിസീസ് ഭാഗത്തേക്കുള്ള വണ്ടികൾ ഫുള്ള് ബ്ലോക്കായി. കാരണം എക്സലൻസിന് അവിടെ മിനിങ്ങാതെ വെള്ളം ഉണ്ടായിരുന്നു കണ്ടോ. ഇത് നമ്മുടെ എക്സലൻസിന് അങ്ങോട്ട് പോകുന്ന വഴിയാണ്. അവിടെ നിന്ന് നേരെ ആ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ എത്തി നിൽക്കുന്ന ഇത്തിഹാദ് റോഡിലാണ് നമ്മൾ താമസിക്കുന്നത്. അൽനാദ ഭാഗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് അൻസാർ മാളൊക്കെ ഉള്ള ആ സൈഡ്. അപ്പോൾ അവിടെ ഏകദേശം ഒരു ചെറിയ മഴ പെയ്യുമ്പോഴേക്കും വെള്ളമായി. ഏകദേശം ഒരു രാത്രി ഒരു 12 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയ സമയത്താണ് മഴ ചെറുതായിട്ട് പെയ്ത് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ, ഹെവി റെയിൻഫോളിന് മുന്നേ. അപ്പോൾ ആ സമയത്ത് ചിത്രീകരിച്ച ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ സമയത്ത് ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു രാത്രി 12 മണിക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ കാണുന്ന റെയിൻ സ്റ്റാർട്ടായി. കണ്ടോ, ഇത് നമ്മൾ താമസിക്കുന്ന കുറച്ചപ്പുറത്ത് മാറിയിട്ട് അൻസാറിൻ്റെ ബാക്ക് സൈഡിലുള്ള വെള്ളക്കെട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് രണ്ടാമതിന് മുന്നേ കാണിച്ച രംഗം ചിത്രീകരിച്ചതിന് ശേഷം നേരെ ഇവിടെ വന്നിട്ട് ഇതിൽ ക്യാപ്ചർ എടുത്തു. അപ്പോൾ ഈ മഴയൊക്കെ പെയ്തിട്ട് ആ മഴ പെയ്ത വെള്ളത്തിൽ വണ്ടി ഓടിച്ചു വരുന്ന രംഗമാണ്. എന്നാലും വണ്ടി മുങ്ങില്ല, പക്ഷെ എന്നാലും ടയറിൻ്റെ ഒരു കാൽഭാഗമൊക്കെ ആയിട്ട് വെള്ളം കിടക്കുമ്പോൾ അതിലൂടെ വണ്ടി ഓടിച്ചു വരുന്നത് നമ്മൾ വീഡിയോ ക്യാമറയിലൊക്കെ പറഞ്ഞൊരു രസമാണ്. ഇപ്പോൾ ഈ വെള്ളത്തിൽ അധികം അഴുക്ക് വരാൻ സാധ്യത, കാരണം പെയ്ത വെള്ളമാണ്. അപ്പോൾ പെയ്ത് കിടക്കുന്ന വെള്ളത്തിൽ അധികം അഴുക്ക് ഉണ്ടാവാൻ സാധ്യത. എന്നാലും നമുക്ക് സ്മെല്ലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എങ്കിൽ തന്നെയും ഒരു 2 ദിവസം കഴിഞ്ഞാലാണ് ഇവിടുത്തെ വെള്ളത്തിനൊക്കെ വേറെ ഒരു സ്മെല്ലൊക്കെ വന്ന് അങ്ങനെ ശീലമാകുക. അപ്പോൾ അതിന് മുന്നേ മുനിസിപ്പാലിറ്റി വന്ന് വെള്ളമൊക്കെ വലിച്ചെടുത്തുകൊണ്ട് പോവാണ് ഇവിടെ പതിവ്. അപ്പോൾ ഞങ്ങളൊരു 5-10 മിനിറ്റ് നിന്ന് കഴിഞ്ഞപ്പോൾ ഏകദേശം വണ്ടികളൊക്കെ വന്നു തുടങ്ങി. മഴ വെള്ളത്തിലൂടെ വണ്ടികളൊക്കെ വരുന്നത് ചിത്രീകരിച്ചു. അത് നല്ല രസമായിരുന്നു. ഈ ഇവിടെ നിന്ന് അങ്ങോട്ട് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഉണ്ടാവും. 1/2 കിലോമീറ്റർ വെള്ളം കടലായിട്ട്, കടലിൽ തന്നെ പറയാം. അപ്പോൾ ആ കടലായിട്ട് കിടക്കുന്ന ആ രംഗം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഏകദേശം 5-6 ദിവസത്തിന് ശേഷം ഈ വോയിസ് ഞാൻ കൊടുത്ത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പോയി കഴിഞ്ഞാൽ ശരിക്കും ഡ്രൈ ആയിട്ട് കിടക്കുന്നു. ഞാൻ സ്ഥലത്തു കൂടെ ഇന്നലെ പോയതുള്ളൂ. ശരിക്കും ഡ്രൈ ആക്കി അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. കാരണം ഒരുപാട് ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന അൽനാദയിൽ തന്നെ വളരെയധികം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സ്ഥലം തന്നെയാണ്. ഈ വഴി ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇന്ന് രാത്രിയിലെ രംഗമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ രാവിലെ എങ്ങനെയായി തീരുമെന്ന് പറയാൻ പറ്റില്ല. അതേപോലെ റെയിൻഫോളാണ് ചിലപ്പോൾ ഇന്ന് രാത്രി പെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല. ആ വണ്ടി പോയത് വളരെ സ്ലോ ആയിട്ടാണ്. ചില വാഹനങ്ങളൊക്കെ വരുന്നത് തിരമാലകൾ എങ്ങനെ വരുന്നു അതിനനുസരിച്ചാണ്. അപ്പോൾ അതിനുശേഷം റൂമിൽ വന്നതിന് ശേഷം ഞാൻ ഒരു 1-1:30 ആയി കഴിഞ്ഞപ്പോൾ നല്ല ഇടിവാളൊക്കെ മിന്നി. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഈ അവസ്ഥ കാണും. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ തൊട്ട് താഴെയുള്ള കാഴ്ചയാണ്. തൊട്ട് താഴെ അവിടെ ഒരു ടീ ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ടീ ഷോപ്പൊക്കെ ഓൾറെഡി ക്ലോസ് ചെയ്തു. ഏകദേശം ഒരു 1 മണിയാകുമ്പോൾ നല്ല മഴ തുടങ്ങി. അപ്പോൾ നമുക്ക് വെതർ കാസ്റ്റ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഇന്ന് രാത്രി നല്ല തണ്ടർസ്റ്റോമും ഹെവി റെയിനൊക്കെ ഉണ്ടാവുന്നു. കണ്ടോ, നല്ല തണ്ടർസ്റ്റോമൊക്കെ, നല്ല ഇടിവാളൊക്കെ മിന്നി നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഈ മഴ കൊള്ളാൻ വേണ്ടിയിട്ട് ഈ നോർത്ത് ഇന്ത്യൻസൊക്കെ ഇറങ്ങി നടക്കുന്ന കാഴ്ച കണ്ടിട്ട് എനിക്ക് ഇന്ന് ചിരി വന്നു. നമ്മളൊക്കെ ഇതേപോലെ ഇടിവാളൊക്കെ മിന്നുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലും കയറി അഭയം പ്രാപിക്കുകയും ചെയ്യാം. അവർ എന്തായാലും കുഴപ്പമില്ലാന്ന രീതിയിലാണ് അവരിറങ്ങി നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലാണ് വണ്ടി
നമ്മുടെ വാഹനമൊക്കെ നമ്മുടെ പാർക്കിങ്ങിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ടാഗ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അവിടെയൊക്കെ ഏകദേശം വെള്ളമായിട്ടുണ്ട് രാത്രി. അതുകൂടാതെ നമ്മൾ പാർക്കിൻ്റെ അങ്ങോട്ട് പോകുന്ന ഈ വേസ്റ്റ് ഡബ്ബയൊക്കെ വെച്ചിരിക്കുന്നത് അവിടെയും നന്നായിട്ട് വെള്ളമായിട്ടുണ്ട്. അപ്പോൾ ഓരോ വാഹനങ്ങൾ കടന്നു പോകുമ്പോഴും ആ വെള്ളത്തിൻ്റേതായിട്ടുള്ള കറക്റ്റ് തോന്നണം. ഇത് നമ്മുടെ മദീന മാർക്കറ്റിൻ്റെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലുള്ള കാഴ്ചയാണ്. അപ്പോൾ ഏകദേശം അന്ന് രാത്രി അവർ ഈ ഡിജിറ്റൽ സംഭവങ്ങളൊക്കെ ക്ലോസ് ചെയ്ത് എല്ലാം ബാക്കപ്പ് ചെയ്തെടുത്ത് വെച്ചു. എങ്കിലും വെള്ളം അങ്ങനെ കയറിക്കഴിഞ്ഞാൽ എല്ലാം ഷോർട്ടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബിൽഡിങ്ങിന് തൊട്ട് താഴെയുള്ള കാഴ്ച. തൊട്ടപ്പുറത്ത് ആസ്റ്റർ ഫാർമസിയാണ്, ആസ്റ്റർ ക്ലിനിക്കും ഉണ്ട്. അതിൻ്റെ മുകളിലാണ് NMC ക്ലിനിക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ കിടക്കുന്ന വണ്ടികളിൽ വെള്ളം കയറാൻ സാധ്യത കുറവാണ്. കാരണം ഒരു പരിധിക്ക് മേളിലേക്ക് ഇങ്ങനെ വെള്ളം വരാറില്ല. ഇത്രയും വെള്ളം തന്നെ ഉണ്ടായിരുന്നു 2024 പെയ്ത മഴയിൽ. ഇത്രയും വെള്ളം അന്ന് ഞങ്ങൾ ഉച്ച സമയത്ത് കണ്ടിരുന്നു. അന്ന് ഉച്ച സമയത്താണ് ഭയങ്കര മഴ പെയ്ത്. കണ്ടോ, ഞാൻ വരുന്ന സമയത്ത് ഈ തിണ്ടിന് താഴെ വരെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം വെള്ളം ഇങ്ങോട്ട് കയറി സെറ്റായിട്ടുണ്ട്.